ഓം അഗ്രേ കൃത്വാ കമപി ചരണം ജാനുനൈകേന തിഷ്ഠൻ പശ്ചാത് പാർത്ഥം പ്രണയവിവശേ സാലമക്ഷേക്ഷമാണേ സവ്യേ സ്തോത്രം കര സരസിജേ ദക്ഷിണേ ജ്ഞാനമുദ്രാ മാ ബിഭ്രാണോ രഥ മധിവസൻ പാതുന സൂതർവേഷ. ഹരേ ശ്രീ ഗുരുഭ്യോ നമഃ. ശരണമയ്യപ്പ. എല്ലാ സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങൾക്കും നൂറായിരം സായം സന്ധ്യാ വന്ദനം. ഹൈന്ദവ ജനതയുടെ മാത്രം പ്രത്യേകതയാണ് സർവത്ര സ്വാതന്ത്ര്യം. സർവത്ര സ്വാതന്ത്ര്യം ഹൈന്ദവ ജനതയുടെ മാത്രം കുത്തകയാണ്. അന്ധവിശ്വാസവും അനാചാരവും ഇല്ലാത്ത സനാതനമായ സദാ നൂതനമായ ഭാരതീയ ഹൈന്ദവ സംസ്കൃതി. എന്താ നെറ്റി വിളിക്കുന്നത്? അപ്പോൾ ഏതെങ്കിലും അന്ധവിശ്വാസവും അനാചാരങ്ങളും എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊന്നും ഹൈന്ദവ ധർമ്മവുമായി പുലബന്ധം ഇല്ല. എവിടെ അന്ധവിശ്വാസവും അനാചാരവുമുണ്ട് അവയ്ക്കെതിരെ കൈചൂണ്ടുന്ന സംസ്കൃതിയാണ് ആദികാവ്യമായ രാമായണം പോലും. നിങ്ങൾക്കറിയാം, മാനുഷാദ പ്രതിഷ്ഠാന്തമഗമ ശശ്വതി സമ യത് ക്രൗഞ്ച മിഥുനാന്നേകമവധിം കാമമോഹിതം എന്ന് പറഞ്ഞിട്ടാണ് വാത്മീകി ഋഷി രാമായണം തുടങ്ങുന്നത്. അരുതേ കാട്ടാള. അപ്പോൾ കാട്ടാളത്വം, എവിടെ അന്ധവിശ്വാസവും എവിടെ അനാചാരവും ഉണ്ടോ ഇവയ്ക്കെതിരെ ശബ്ദമുയർത്താൻ നാം സന്നദ്ധമാവണം. അതിന് നമുക്കെന്ത് വേണം? നമുക്ക് ഈ വൈദിക സംസ്കൃതി, വേദവിഹിതമായ യഥാർത്ഥ ഹിന്ദു സംസ്കാരം എന്താണെന്ന് നമ്മൾ ആദ്യം പഠിക്കണം. ആരാണ്, നമ്മളെന്താണ്, നമ്മുടെ സംസ്കാരം എന്താണ്? ഇത് നാം പഠിച്ചെങ്കിൽ മാത്രമേ നമ്മളെ മക്കളോട് പറയാൻ പറ്റുള്ളൂ, വരും തലമുറയോട് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്കറിയാം, മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും ഭഗവത്ഗീത ആചാര്യനുമായ ശംഭുവാധ്യാരാണ് എൻ്റെ പിതാശ്രീ. അദ്ദേഹം ഈ ശാസ്ത്രാധിഷ്ഠിതമായിട്ടാണ് ഈ ശാസ്ത്രങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ശാസ്ത്രത്തിനും ബുദ്ധിക്കും യുക്തിക്കും അൾട്രാ മോഡേൺ സയൻസിനും ആസപ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഭാരതീയ ഹൈന്ദവ ശാസ്ത്രങ്ങൾ. ഇവിടെയാണ് ശാസ്ത്രങ്ങൾ എന്ന വാക്ക്. നിങ്ങൾക്ക് അറിയാം, സ്വാമി ചിന്മയാനന്ദ് മഹാരാജിൻ്റെ ശിഷ്യനാണ് സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ. അദ്ദേഹത്തിൻ്റെ തിരുമുഖത്ത് നിന്നും അദ്ദേഹത്തിൻ്റെ മുഖപത്മങ്ങളിൽ നിന്നുമാണ് ഈ ശാസ്ത്രത്തിൻ്റെ ABCD എന്താണെന്നുള്ള ആദ്യാക്ഷരം എനിക്ക് പഠിക്കാൻ സാധിച്ചത്. അപ്പോൾ നിങ്ങൾക്കറിയാം, സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും ഈ ശാസ്ത്രത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എപ്പോഴും എൻ്റെ മകൾ, അവൾ ഡോക്ടറാണ്, അവൾ എപ്പോഴും എന്നോട് പറയും, അച്ഛൻ എന്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും അത് സയൻറ്റിഫിക് ടമ്പറായിരിക്കണമെന്ന് പറയും. എൻ്റെ മോളെ, എനിക്കിതെന്താണെന്ന് അറിയില്ല. അപ്പോഴാണ് ഇതിനിടെ ഒരു സ്പീക്കറില്ലേ കേരളത്തിൽ, ആ ഷംസീർ, അദ്ദേഹം മുസൽമാനാണ്. അപ്പം മുസൽമാൻ ആയതുകൊണ്ട് മുസ്ലിം മതം അയാൾക്കറിയാം. എൻ്റെ മതമായ എൻ്റെ കാഴ്ചപ്പാടായ സനാതനമായ ഋഷിപ്രോക്തമായ ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയുടെ ABCDയും അറിയാത്ത ഈ സ്പീക്കർ പറഞ്ഞു, അന്ധവിശ്വാസവും അനാചാരങ്ങളുമില്ലാത്ത
സയൻറ്റിഫിക് ടെമ്പർ ആയിരിക്കണം കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്ന് ഞാൻ ഏതായാലും കയ്യടിച്ചു. കാരണം അബദ്ധജടിലമാണ് ഇയാൾ പഠിച്ചത്. ഇയാൾ പഠിച്ച ഇയാളുടെ മതം അബദ്ധജടിലവും പൊട്ടത്തിറ്റും ആയതുകൊണ്ടാണ് ഇയാൾക്കിത് പറയാൻ സാധിക്കുന്നത്. ഞാൻ ഏതായാലും ആത്മാഭിമാനത്തോടു കൂടി ഇന്നു ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയുടെ 3 പ്രമാണങ്ങളാണ് വേദങ്ങളും, വേദങ്ങളിൽ അന്തർഗതമായ ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രവും. അപ്പോൾ എൻ്റെ മകൾ എന്നോട് എപ്പോഴും പറയും, സയൻറ്റിഫിക് ടെമ്പറിൽ വേണം അച്ഛൻ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. എന്തിനാണ്? സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ്. ആർക്കും ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് യൂറോപ്പിലൊക്കെ പള്ളികൾ മുഴുവൻ ഇപ്പോൾ ശരണമയ്യപ്പ പറയാൻ പോലും പറ്റില്ല, ബാറുകളാക്കി മാറ്റുകയാണ്, കൺവെൻഷൻ സെൻ്ററുകളാക്കി മാറ്റുകയാണ്. മുസ്ലിം മതത്തിലും അവരുടെ ആൾക്കാരിലും ഒക്കെ എന്തൊക്കെയാണ് ശരണമയ്യപ്പ നമുക്ക് പറയാൻ സാധിക്കുക. ഏതായാലും ശരി, ഈ സയൻറ്റിഫിക് ടെമ്പറിലായിരിക്കണം. മതത്തിൻ്റെ അടിമകളാകരുത്, രാഷ്ട്രീയത്തിൻ്റെ ഭിക്ഷാന്തേഹികളാകരുത്, ഒരു ഈസത്തിൻ്റെയും വാലാട്ടിപ്പട്ടികളും ചാവേറുകളുമായി മാറരുത് ഹിന്ദുക്കൾ. രാഷ്ട്രീയം എന്തുവായിക്കോട്ടെ, ഹൈന്ദവധർമ്മം ശാസ്ത്രീയ മനോഭാവവും അറിവും ശാസ്ത്രീയ ചിന്താഗതികളും വളർത്തുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നതാവണം. എല്ലാത്തിലും ഒരു ശാസ്ത്രീയത വേണം. ഇതാണ് ഹിന്ദു അന്ധവിശ്വാസവും അനാചാരങ്ങളുമില്ലാത്ത സംസ്കൃതി. അതാണ് വൈദിക സംസ്കൃതി. ഒരു ഉദാഹരണം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖുറാനിലും ബൈബിളിലും അടിവരയിട്ട് പറയുന്നു ഭൂമി പരന്നതാണെന്ന്. എന്നാൽ വേദങ്ങളിൽ പറയും ക്ഷാശുഷ്ണിം പരിപ്രദക്ഷിണേത്. നമ്മളെ മക്കളെ പഠിപ്പിക്കണം. ഭൂമി സൂര്യനെയാണ് ചുറ്റുന്നത്, സൂര്യൻ ഭൂമിയെയല്ല ചുറ്റുന്നത്. സൂര്യൻ ഭൂമിയെ ചുറ്റുന്നു, ഭൂമി പരന്നതാണ് എന്നും ബൈബിളിലും ഖുറാനിലും അടിവരയിട്ട് പറയുന്നു. നമുക്ക് അറിയാം, ശബരിമലയ്ക്ക് പോകാം, അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായകനേ ശരണമയ്യപ്പ. ബ്രഹ്മം അണ്ടമാണ്, ഭൂമി ഗോളാകൃതിയാണ്. ഭാഗവതത്തിൽ 5000 വർഷം മുന്നേ എഴുതി വെച്ചതാണ് ഭൂഗോള മധ്യഭ്രമേ. ഭൂമി ഗോളമാണെന്നും മധ്യത്തിൽ ഭ്രമിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും. അപ്പോൾ കുട്ടികളോട് നമ്മൾ പറയണം, വരും തലമുറയ്ക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കണം. ഈ വേദ സംസ്കൃതി, വേദമന്ത്രങ്ങൾ ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റാണ്. വേദങ്ങൾ കേൾക്കുമ്പോൾ എന്താണ്, ബ്രെയിനിലേക്കുള്ള ന്യൂറോ സിസ്റ്റങ്ങൾ കംപ്ലീറ്റ് പാരലായിട്ട് ഈക്വലായിട്ട് ശാന്തിയിലും സമാധാനത്തിലും BP 120/80 ഇപ്പം BP എന്താണെന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പം കണ്ണാടി വീണ് പൊട്ടിയതുപോലെയാണ് നമ്മുടെ ബ്രെയിൻ ഉള്ളത്. അത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് എന്താണ് വേദങ്ങളിലുള്ളത് എന്നുള്ളത് യൂട്യൂബിനോട് അടിച്ചു നോക്കുക. ഏതായാലും ശരി, ഭാഗവതം പറയുന്നു മേനിരെ ഭഗവത് രൂപം ശാസ്ത്രം ഭാഗവതം ക്ഷിതോ പഠന ശ്രവണാദ്യ വൈകുണ്ഠ ഫലദായകം. ഇവിടെ ശ്രദ്ധിക്കണം, മേനിരെ ഭഗവത് രൂപം ശാസ്ത്രം ഭാഗവതം. ഭാഗവതം എന്താണ്? ശാസ്ത്രം. അപ്പോൾ ശാസ്ത്രീയമായ ഒരു അടുക്കും ചിട്ടയിലുമുള്ള ശാസ്ത്രീയതയാണ് ക്ഷേത്രവും ക്ഷേത്ര സംസ്കൃതിയും. അതുപോലുള്ള നാമജപങ്ങളും. ഹൈന്ദവ നാമജപ ലയത്തിലുള്ള ഒരു സംസ്കൃതിയാണ് നമ്മുടെ സംസ്കാരം. അതിൽ നാമജപം നിരന്തരം ജപിക്കുമ്പോൾ ഒന്ന് തന്നെ വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് ഒരു വാക്ക് തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒരു ബ്രെയിൻ ബൂസ്റ്റിംഗ് എനർജി വരും ഒന്ന് തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അവിടെ നിന്ന് ECG എടുക്കുന്നത്, ഇലക്ട്രോ കാർഡിയോഗ്രാം പോകുന്നത് പോലെ ബ്രെയിനിലുള്ള വൈദ്യുതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഛിന്ന ഭിന്നമാകുന്നത് പാരലായിട്ട് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ബ്രെയിനിലെ തോട്ട് എനർജി നേരെ വന്ന് കൺവേർട്ട് ചെയ്ത് നാക്കിൽ വന്ന് അത് സൗണ്ട് എനർജി ആവും, അത് വൈബ്രേഷൻ എനർജി ആവും. അപ്പോൾ നമ്മുടെ ബ്രെയിനിലെ ടെമ്പർ ലോഗ് എന്ന് പറയുന്ന ഏരിയക്ക് നല്ല സ്ട്രെങ്ത് കിട്ടും. ഒരിക്കലും നമുക്ക്
മെമ്മറി നഷ്ടപ്പെടുന്ന രോഗം എന്താണ്? അൽസിമേഷ്യ. ഈ അൽസിമേഷ്യ രോഗം നമുക്ക് വരില്ല. ഇതാണ് ശാസ്ത്രീയത. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിന് ബ്രെയിൻ സ്റ്റോം എന്ന് പറയും, ബ്രെയിൻ കൊടുങ്കാറ്റ് എന്ന് പറയും. എന്താണ്? വിഷ്ണു സഹസ്രനാമത്തിലാണ്. ഇപ്പം നിങ്ങൾ രാമ എന്ന് പറയുമ്പോൾ രാമൻ മാത്രമേ നൽകൂ, കൃഷ്ണ എന്ന് പറയുമ്പോൾ കൃഷ്ണൻ മാത്രം, വിജയ എന്ന് പറയുമ്പോൾ വിജയൻ, മണികണ്ഠ എന്ന് പറയുമ്പോൾ ഞാൻ മാത്രം. ഇങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ നേരമായി ഇടുങ്ങിയ വഴിയിലൂടെയാണ് ഒരൊറ്റ പേര് കേട്ടിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഈ വിഷ്ണു സഹസ്രനാമം എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് 1000 നാമത്തിലൂടെ വിളിക്കുന്നത്. 1000 നാമത്തിലൂടെ വിളിക്കുന്നത്. ഈ 1000 നാമത്തിലൂടെ വിളിക്കുമ്പോഴേക്കും ഈ ബ്രെയിനിലുള്ള 1000 ന്യൂ വേകളാണ് ഓപ്പണായി വരുന്നത്. 1000 ന്യൂ വേകളാണ് ഓപ്പണായി വരുന്നത്. അപ്പോൾ നാളെ ഇവനൊരു ജീവിത പ്രശ്നം വരുമ്പോൾ ഇവന് 1000 വഴിയിലൂടെ ചിന്തിച്ച് യഥാർത്ഥമായ ദിശാബോധത്തിലൂടെ എത്താൻ പറ്റും. ഇതാണ് ബ്രെയിൻ സ്റ്റോം. ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ ഒരു സബ്ജക്റ്റിന് പരിഹാരം കണ്ടെത്തുന്നു. പാർലമെൻറ്റിലൂടെ രാജ്യസഭയിലും ലോകസഭയിലുമുള്ള പ്രതിപക്ഷവും ഭരണപക്ഷികളും ഒന്നിച്ച് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുന്ന മാനസികമായ കരുത്ത് നമ്മുടെ മക്കൾക്ക് വരും വിഷ്ണു സഹസ്രനാമത്തിലൂടെ. പിന്നെ ശ്രീധര ശ്രീകര ശ്രേയോ ശ്രീമാൻ ലോകത്രയോ സ്വക്ഷസ്വംഗ സദാനന്ദോ നന്ദിർജ്യോതിർ ഗണേശ്വര വിജിതാത്മാ വിധേയാത്മാ സത്കീർത്തി ഛിന്ന സംശയ. സംശയങ്ങളൊക്കെ മാറിക്കിട്ടും കുട്ടികൾക്ക്. ശ്രീധര ശ്രീകര ശ്രേയ ശ്രേയ ഇങ്ങനെ ശ്രീ 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 ഒക്കെ പറയുമ്പോൾ ഈ കുട്ടികൾക്ക് പരീക്ഷ എഴുതുമ്പോൾ നമ്മളെ വലിയ വലിയ എക്സാമുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ ഒരേ ഒരു ക്വസ്റ്റ്യന് 3 ആൻസർ ഉണ്ടാവും, 3 ശരിയായിരിക്കും. അതിൽ പെർഫെക്റ്റായിട്ട് തിരഞ്ഞെടുക്കലാണല്ലോ മത്സര പരീക്ഷ. ഇതിനാണ് കമ്പാരിറ്റീവ് അനലറ്റിക്കൽ അസസ്മെൻറ്റ് എന്ന് പറയും. ഈ കമ്പാരിറ്റീവ് അനലറ്റിക്കൽ അസസ്മെൻറ്റ് ബ്രെയിനിൽ നന്നായിട്ട് വികസിക്കും, നല്ല സ്ട്രോങ് ആവും. അതിനാണ് ഈ വിഷ്ണു സഹസ്രനാമം ചൊല്ലേണ്ടത്. ഇങ്ങനെയൊക്കെ പഠിച്ച് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. ഇന്നിന്ന പോലെയാണ് ഇതിൻ്റെ സയൻറ്റിഫിക് ടെമ്പറി എന്ന്. നിങ്ങളൊരു കാര്യം ചെയ്ത് ഒരു ചോപ്ര നടിക്കുക യൂട്യൂബിൽ. ചോപ്ര അടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് മെഡിസിൻ നടിക്കണം. എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് മെഡിസിൻ? ഒന്നുമില്ല, ഒരു ഇന്ത്യൻ വംശജൻ അമേരിക്കയിൽ റിസർച്ച് നടത്തുകയാണ്. ക്യാൻസർ പിടിപെട്ട് 99% മരിച്ചിട്ടുള്ള ആൾക്കാർ ഇന്നോ നാളെയോ മരിക്കുന്നുള്ള ആൾക്കാരെ പുള്ളിക്കാരൻ പോയിട്ട് വേദങ്ങൾ ഇങ്ങനെ നിരന്തരം കേൾപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ 7 വർഷം വരെ ഇദ്ദേഹം ക്യാൻസർ രോഗികൾക്ക് ജീവിക്കാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു സബ്സ്റ്റിറ്റ്യൂട്ട് മെഡിസിനുമാണ് വേദങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ജീവിക്കുന്നുവെങ്കിൽ ശാസ്ത്രാധിഷ്ഠിതമായ ജീവിതം നയിക്കണം. അൾട്രാ മോഡേൺ സയൻസിനും അൾട്രാ മോഡേൺ സയൻറ്റിഫിക് സയൻസ് ആൻഡ് ടെക്നോളജിക്കും 100% ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ജീവിതം. അതിന് സൈക്കാട്രി, മനഃശാസ്ത്രം, സിഗ്മണ്ട് ഫ്രോയിഡ് മനഃശാസ്ത്രത്തിന് കണ്ടുവച്ച സ്ഥലത്ത് നിന്ന് തുടങ്ങുകയാണ് ഭാരതീയ ഹൈന്ദവ സംസ്കൃതി എന്ന് അൾട്രാ മോഡേൺ സൈക്കാട്രി പറയുന്നത്. കാരണം മനസ്സിൻ്റെ സങ്കല്പ വികല്പാത്മകതയെക്കുറിച്ചാണ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ മനഃശാസ്ത്രം. ഈ മനസ്സിനെ നിയന്ത്രിച്ച് നിശ്ചയാത്മഹ ബുദ്ധി, ഇതാണ് വേദങ്ങൾ പറയുന്നത്. ഈ ബുദ്ധിയെ എങ്ങനെ പ്രയോജനപ്പെടുത്തണം, എങ്ങനെ ഉപയോഗിക്കണം, അതാണ് ബുദ്ധിർബുദ്ധിമതാമസ്മി തേജസ്വിനാമഹം, ഈശ്വരീയമായ ബുദ്ധി. ഈ ബുദ്ധിയെയാണ് ബോധം എന്ന് ഋഷീശ്വരന്മാർ കണ്ടത്. ഇതൊക്കെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. സയൻസ് പഠിക്കുന്നതും ഫിസിക്സ് പഠിക്കുന്നതും കെമിസ്ട്രി പഠിക്കുന്നതും കമ്പ്യൂട്ടർ പഠിക്കുന്ന കുട്ടികളെയൊക്കെ ഇത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പറയുന്നു എന്ത്? ഭഗവത്ഗീതയിലൂടെ. ഈ ഭഗവത്ഗീത എന്താണ്? ശ്രദ്ധിക്കണം. സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റാണ് ഭഗവത്ഗീത. എന്താണ്? സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റാണ്. മാനസിക പിരിമുറുക്കം ഒഴിവാക്കും, മാനസിക ടെൻഷൻ ഒഴിവാക്കും, സ്ട്രെസ്സും സ്ട്രെയിനും ഒഴിവാവും. പിരിമുറുക്കം മാറിക്കഴിഞ്ഞാൽ പിന്നെ ഡിപ്രഷൻ പോവും. ഡിപ്രഷൻ മാറുന്നത് കൊണ്ടാണ്, ഡിപ്രഷൻ്റെ മലയാളം വാക്കെന്താണ്? വിഷാദം. അതുകൊണ്ടാണ് ശ്രീമദ് ഭഗവത്ഗീതയിലെ 1-ാമത്തെ അധ്യായം അർജുന വിഷാദ
യോഗം. രോഗം ഈശ്വരനുമായി ചേർന്ന്, ജ്ഞാനവുമായി ചേർന്ന്, അറിവുമായി ചേർന്ന്, ബുദ്ധിയുമായി ചേർന്ന്, ബോധവുമായി ചേർന്ന് കഴിഞ്ഞപ്പോൾ അതിനൊരു പ്യൂരിറ്റിയും ക്ലാരിറ്റിയും റിയലൈസേഷനും പെർഫെക്ഷനും വരും ജീവിതത്തിൽ. വ്യത്യസ്ത. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കുട്ടികളോടൊക്കെ പറയണം, IAS, IPS, MBBS, എൻജിനീയറിങ്ങും AFC ഒക്കെ പഠിക്കുന്ന കുട്ടികൾ എന്തിനാണ് ഇത് പഠിപ്പിക്കുന്നറിയാവോ? അവർ ആത്മഹത്യയിൽ നിന്നും ഒഴിവാക്കാൻ, അവർ ജീവിത പ്രതിസന്ധികളെ അനായാസേന മുന്നോട്ട് പോകാൻ. നമ്മൾ കുട്ടികളെ ഇത് പഠിപ്പിക്കുമ്പോൾ നല്ല സൗന്ദര്യമായിട്ട് പഠിച്ചോളും കുട്ടികൾ. അവർ ഭയങ്കര അട്രാക്റ്റീവായിട്ട് ഇൻട്രസ്റ്റായിട്ട് പഠിച്ചോളും കുട്ടികൾ. കാരണം എന്താണ്? അവർ പഠിക്കുന്ന അൾട്രാ മോഡേൺ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കൊടുത്ത ബ്രെയിനാണ് ക്രിയേറ്റീവ് ഇൻ്റലിജൻസ്. അപ്പോൾ നമ്മളെ മക്കളെ ക്രിയേറ്റീവ് ഇൻ്റലിജൻസായി വളർത്തിയെടുക്കണം. അവർക്കിപ്പോഴുള്ള സ്വഭാവം കൂടുതൽ മദ്യത്തിനും മയക്കുമരുന്നിനും അതുപോലുള്ള ശവക്കറികളും ശവവും തിന്നാനുള്ള ആറ്റിറ്റ്യൂഡാണ്. ഇതിനാണ് ആസുരീകത. അപ്പോൾ ആസുരീകതയിൽ നിന്നും ദൈവീകതയിലേക്ക് നമ്മുടെ മക്കളെ കൈപിടിച്ചുയർത്താനാണ് ഭഗവാൻ പൂർണ്ണാവതാരം എടുത്തിട്ട് ദേവാസുര സമ്പദ് വിഭാഗയോഗമായ 16-ാമത്തെ അധ്യായം അതിൽ 23-ാമത്തെ ശ്ലോകത്തിൽ പ്രേമസ്വരൂപനായ കൃഷ്ണൻ ഓരോ മാനവരാശിയോടും നമ്മളിത് പഠിക്കണം. എന്തിനാണെന്നറിയോ? നമ്മളെ മക്കൾക്കിത് പറഞ്ഞു കൊടുക്കണം. മക്കളെ, പൂർണ്ണാവതാരം എടുത്തിട്ട് കൃഷ്ണൻ പറയുന്നു, സയൻറ്റിഫിക് ടെമ്പറിൽ ജീവിക്കണമെന്ന് പറയുന്നു. 23-ാമത്തെ ശ്ലോകത്തിൽ യശാസ്ത്രവിധിമുസൃജ്യ വർത്തതേ കാമകാരത ന സിദ്ധിമവാപ്നോതി ന സുഖം ന പരാഗതി. എന്ത് ബ്യൂട്ടിഫുള്ളായിട്ട് അക്ഷരം പറയുന്നറിയോ? ഇതിനിടെ ആകാശത്തു നിന്നൊരു ചേച്ചി വന്നിരുന്നു. അറിയാവോ? അറിയില്ലെങ്കിൽ യൂട്യൂബിനോട് അടിച്ച് ചോദിക്കണം. സുനിത വില്യംസ് എന്നാണ് ആ ചേച്ചിയുടെ പേര്. ആ ചേച്ചി ശൂന്യാകാശത്തിൽ, ബഹിരാകാശത്തിൽ 286 ദിവസം നിന്നു. എത്ര? 86 ദിവസം നിന്നു. ആ ചേച്ചിയുടെ വലത് കയ്യിൽ ഒരു ഗണപതിയുടെ വിഗ്രഹവും ഇടത് കയ്യിൽ ഒരു ശ്രീമദ് ഭഗവത്ഗീതയുമാണുള്ളത്. ചെറിയ ഭഗവത്ഗീത ഇവിടെ. ആ ചേച്ചിയുടെ വലത് കയ്യിൽ ഒരു ഗണപതി വിഗ്രഹവും ഇടത് കയ്യിൽ ഇത്ര വലുപ്പം, കാരണം ഫ്ലൈറ്റിൽ കൊണ്ടുപോകണമെന്നല്ല, ഇത്ര വലുപ്പത്തിലുള്ള ഒരു ഭഗവത്ഗീതയുണ്ട്. അപ്പോൾ ആ ചേച്ചി ഇതിനകത്ത് ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ടാണല്ലോ എത്ര ദിവസം? 286 ദിവസം, 360 ദിവസമായി, ഒരു വർഷമായി. അപ്പോൾ വലത് കയ്യിൽ ഇങ്ങനെ ഗണപതിനെ. അപ്പോൾ ഈ ഗണപതിയുടെ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനും മനസ്സിനെ ഏകാഗ്രതയ്ക്കും നിശ്ചയാത്മഹ ബുദ്ധി, അങ്ങനെ വ്യവസായാത്മിക ബുദ്ധി ഏകഹ കുരു. കുടുംബത്തെ പറഞ്ഞവർക്കൊക്കെ ഹൃദയം ഷാർപ്പ് ചെയ്ത് ഏകാഗ്രതയിൽ കൊണ്ടുപോകണം. അതിനാണ് ഈ ഗണപതി വിഗ്രഹം. അതിനുശേഷം ഭഗവത്ഗീത എടുക്കും, ഇടത് കൈകൊണ്ട്. വേറെ അനങ്ങാൻ പറ്റില്ലല്ലോ. സുനിത വില്യംസിൻ്റെ കാര്യം പറയുന്നത് കേട്ടോ. ബഹിരാകാശത്തിൽ ഇടത് കൈകൊണ്ട് ഭഗവത്ഗീത ഇതുപോലെ ഇങ്ങനെ പഠിച്ചിട്ട് ദേവാസുര സമ്പദ് വിഭാഗം എടുക്കും 16-ാമത്തെ അധ്യായം. ഇപ്പം 23-ാമത്തെ ശ്ലോകം എടുത്തിട്ട് സുനിത വില്യംസ് എടുത്തു നോക്കണം. യൂട്യൂബിന് പുള്ളിക്കാരുടെ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നോ? എടുത്തു നോക്കണം. യശാസ്ത്രവിധി മുസൃജ്യ. എന്താണ് ഇവിടെ? ആരാണോ ശാസ്ത്രത്തെ ആക്സെപ്റ്റ് ചെയ്യാതെ, ശാസ്ത്രത്തെ റിജക്റ്റ് ചെയ്തുകൊണ്ട്, ശാസ്ത്രനിഷേധിയായിട്ട് അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും ജീവിക്കുന്നത്, മതത്തിനടിമയായി ജീവിക്കുന്നത്, രാഷ്ട്രീയത്തിനടിമയായി ജീവിക്കുന്നത്, ആ അന്ധവിശ്വാസിയുടെ ജീവിതം യശാസ്ത്രവിധി മുസൃജ്യ. മുസൃജ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപേക്ഷിച്ച്, ഈ ശാസ്ത്രത്തെ ശാസ്ത്രീയമായി അപഗ്രഥനം ചെയ്യാതെ ഇവയെ ഉപേക്ഷിച്ച് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ പറയും പതന്തി നരകെ അശുച. 18
8 നിലയുള്ള കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും വീഴും, പതന്തി പതിക്കും. അതെന്താണ്? നരകം. ഈ നരകത്തിൽ നിന്നും പിന്നെ കക്കൂസിൻ്റെ ടാങ്കിയിലോട്ടാണ് വീഴുക. പതിച്ച് കക്കൂസിൻ്റെ ടാങ്കിൽ പോയി നരകത്തിൽ പോയി നശിക്കാതിരിക്കാൻ നമ്മുടെ സുനിത വില്യംസ് പറഞ്ഞതുപോലെ അത് ഭഗവാൻ പൂർണ്ണാവതാരമെടുത്ത് ഭഗവത്ഗീതയിൽ പറയുന്നു, യശ് ശാസ്ത്ര വിധി മുത്സൃച്യ വർത്തത്തെ കാമകാരതേ. കാമത്തിൻ്റെ പിറകെ പോയിട്ട് വർത്തതേ കാമകാരത. പച്ച മലയാളത്തിൽ താന്തോന്നിയായി സ്വന്തം ഇഷ്ടപ്രകാരം, ശ്രദ്ധിക്കണം, പ്രകൃതി വിരുദ്ധനായി, പ്രകൃതി വിരോധിയായി, ശാസ്ത്രാതീതനായി, മലയാളത്തിൽ പറയുക തോന്നിയ വാസിയായി ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നസ സിദ്ധിമവാപ്നോതി, നസ സിദ്ധിമവാപ്നോതി. അവന് ഒരിക്കലും ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അന്ധവിശ്വാസത്തിൻ്റെ പുറകെ പോയാൽ പിന്നെ ഇവനെന്ത് ശാസ്ത്രം വന്നു, ഇവനെവിടെ ഏകാഗ്രത വയ്ക്കുന്നത്? ഈ അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും പോയി കഴിഞ്ഞാൽ ഇവനെവിടെ പരീക്ഷ എഴുതാൻ പറ്റുന്നു, ഇവനെവിടെ കുടുംബജീവിതം നയിക്കാൻ പറ്റുന്നു, ഇവനെവിടെ ഡ്രൈവിങ് ചെയ്യാൻ പറ്റുന്നു, ഇവനെവിടെ കുടുംബകാര്യങ്ങൾക്ക് നോക്കാൻ വേണ്ടി ഇപ്പോൾ ഇവനെവിടെ തൊഴിലെടുക്കാൻ പറ്റുന്നു? കാരണം ഇവൻ്റെ ശ്രദ്ധ മുഴുവൻ എവിടെയാണ്? അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും. അപ്പോൾ ശാസ്ത്രീയതയെ പുണരണം, അൾട്രാ മോഡേൺ സയൻസിനെ പുണരണം, സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജികളിൽ ഏറ്റവും ലേറ്റസ്റ്റായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നെഞ്ചോട്ട് ചേർക്കണം. ഇതാണ് ഇവിടെ ഭഗവത്ഗീതയിൽ പറയുന്നത്. അപ്പോൾ നസസിദ്ധിമവാപ്നോതി, അവന് ഒന്നിലും ഒരു ഗതിയും കിട്ടില്ല. ന സുഖം പരാംഗതി. എന്ത്? ന സുഖം പരാംഗതി. അവന് സുഖം കിട്ടില്ല, അവന് ഒരു ഗതിയും കിട്ടില്ല. പരാംഗതി, പരമമായ ഗതിയായ ഈശ്വരീയത കിട്ടില്ല. പിന്നെ പെരുവഴിയായിരിക്കും, ശാസ്ത്രനിഷേധിയായി ജീവിക്കുന്നത്. അശാന്തസ്യ കുതസുഖം. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു, അശാന്തസ്യ കുതസുഖം. സുഖം കിട്ടാതിരിക്കാൻ കാരണം മനസ്സിൻ്റെ അശാന്തിയാണ്. മനസ്സിൻ്റെ അശാന്തിക്ക് കാരണം ശാസ്ത്രാതീതമായിട്ടുള്ള, ശാസ്ത്രത്തിന് അധീനമായിട്ടല്ല, ശാസ്ത്രത്തിൻ്റെ അതീതമായ വൈകാരികമായ ജീവിതമാണ്. അപ്പോൾ ഈ ശാസ്ത്രത്തിനെ നിഷേധിച്ചാൽ എന്താണ് വലിയ അപകടം നമ്മളെ കാത്തിരിക്കുന്നതെന്നറിയാവോ? ഇല്ല ഇല്ല. എന്താണ് അത്? ഹിന്ദുക്കളായ നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്ന ക്ഷേത്രവിശ്വാസികളായിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമുക്കറിയാം, ശ്രീനാരായണ ഗുരു ഇവിടെ അവതരിച്ചു ജീവകാരുണ്യ പഞ്ചകത്തിൽ പറയുന്നുണ്ട്, കൊല്ലാവ്രതം ഉത്തമമാം അതിലും ശവം തിന്നാവ്രതമത്രേ അത്യുത്തമം. ഇതാണ് ഒരു ശാസ്ത്രീയമായ അപഗ്രഥനം ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ശാസ്ത്രാധിഷ്ഠിതമായി പഠിക്കുന്ന കുട്ടികൾ, വളർന്നു വരുന്ന കുട്ടികൾ ശാസ്ത്രത്തിന് നിഷേധമായിട്ടൊന്നും ചെയ്യരുത്, ശാസ്ത്രത്തിന് വിപരീതമായിട്ട് ഒന്നും ചെയ്യരുത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു MBBS പഠിച്ചിട്ട് വന്ന ഒരു ഡോക്ടർ പറയോ, ആ നിങ്ങൾക്ക് രോഗം ഫിസിക്ലോസോമേറ്റേരിയാണ്, ദിവസം 3 നേരം ഓരോ കുപ്പി ചാരായം കുടിക്കണം എന്ന് ഏതെങ്കിലും ഒരു ഡോക്ടർ പറയോ? ഇല്ല. ഇനി ആരെങ്കിലും അത് കുടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഈ മദ്യം ആരെങ്കിലും കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ശാസ്ത്രനിഷേധിയാണ്. ഷംസീറെ നീ ഓർത്തോളൂ, ഷംസീറെ നിന്റെ ഭരണത്തിലുള്ള എല്ലാവരെയും നീ ഓർമ്മിപ്പിച്ചോളൂ. എന്ത്? മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നത് ശാസ്ത്രവിരുദ്ധമാണ്. ഇതാണ് ആദ്യം പറയേണ്ടത്. അല്ലാണ്ട് എൻ്റെ ഗണപതിക്കോ എൻ്റെ പെരടിക്കോ വന്ന് കയറരുത്. കാരണം ഒരു വിരൽ ചൂണ്ടുമ്പോൾ 4 വിരലും അവനവന് എതിരായിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, മയക്കുമരുന്ന് കഴിക്കാം, മയക്കുമരുന്ന് നല്ലതാണെന്ന് ഏതെങ്കിലും ഒരു ഡോക്ടർ പറയോ? നോക്കാം, നമുക്കൊരു ഏതെങ്കിലും ഒരു ഡോക്ടറോട് പറഞ്ഞ് ഒരു ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നു, 6 നേരം ഗുളിക കഴിക്കണം, ഇന്ന ഗുളിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് BP നോർമൽ ആവാൻ. ഇതുപോലെ ഏതെങ്കിലും ഒരു ഡോക്ടർ 6 നേരം
ബീഫ് പൊറോട്ടയും കഴിക്കണമെന്ന് ഏതെങ്കിലും ഒരു ഡോക്ടർ പറയോ? ഇല്ല. എന്നാൽ ഡോക്ടർ എന്താ പറയുന്നത്? എടുത്ത് നോക്കണം. ഗംഗാധര ഡോക്ടർ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം ഇഷ്ടം പോലെ വീഡിയോയിൽ പറഞ്ഞു ബീഫും പൊറോട്ടയുമാണ് മലയാളികൾക്ക് ക്യാൻസറിന് പ്രധാന കാരണം എന്ന്. അപ്പോൾ ഗംഗാധരൻ ഡോക്ടർ ശാസ്ത്രീയമായി അപഗ്രഥനം ചെയ്ത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടും ശാസ്ത്രീയമായി MBBS ഒന്നും പഠിക്കേണ്ട, കോമൺ സെൻസ് മതി. ഈ പോത്തിൻ്റെ ഇറച്ചിയില്ലേ, പോത്തിൻ്റെ ഇറച്ചിയുണ്ട്, പോത്തിൻ്റെ ബ്ലഡില്ലേ, പോത്തിൻ്റെ ഇതങ്ങോട്ട് തിന്ന് ഇത് ശരീരത്തിനകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ ഈ മുടിയുടെ വലുപ്പമാണ് ഹാർട്ടിനകത്തോട്ടുള്ള ഞരമ്പുകൾക്കുള്ളത്. അത് ബ്ലോക്കായി ചാവുന്നുള്ളതിനെ ഇത്രക്കാലം പഠിപ്പിക്കാനുണ്ടോ? ഈസി, ഏത് കുട്ടിക്കും അറിയാം. അപ്പോൾ ഈ ബീഫ് ക്യാൻസറിന് കാരണമാകുന്നു. ഇപ്പോൾ ഇറ്റലിയിൽ ഒരു സയൻറ്റിസ്റ്റ് അടിവരയിട്ട് പറയുകയാണ്, ചിക്കൻ കഴിച്ചോ ഹാർട്ട് അറ്റാക്കിൻ്റെ കാരണം വളരെയധികം വർദ്ധിക്കുന്നതാണ് ചിക്കൻ എന്ന് പറയുന്നു. നമുക്കറിയാം ഈ ലോകത്തിലെ, ഇവിടെ ശ്രദ്ധിക്കൂ, ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട സ്വഭാവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവൻ പറയുന്നത്, ഞാൻ പറയുന്നതല്ല, സിഗരറ്റ് വലിക്കുന്നതാണ്. സിഗരറ്റ് വലിക്കുന്ന വ്യക്തിക്ക് ഒന്നിക്ക് അവൻ്റെ കിഡ്നി അടിച്ചു പോവും, ഇല്ലെങ്കിൽ അവന് ക്യാൻസർ വരും, ഇല്ലെങ്കിൽ അവൻ്റെ ഭാര്യയ്ക്ക് അവൻ ബ്രസ്റ്റ് ക്യാൻസർ കൊടുക്കും, ഇല്ലെങ്കിൽ അവൻ്റെ മക്കൾക്ക് അവർക്ക് ശ്വാസകോശ ക്യാൻസർ കൊടുക്കും. ഏതെങ്കിലും ഒരു ഡോക്ടർമാർ പറയുന്നുണ്ടോ ദിവസേന ഒരു പാക്കറ്റ് സിഗരറ്റ് വലിക്കണമെന്ന്? അപ്പോൾ ഈ പുകവലി ശാസ്ത്രവിരുദ്ധമാണെന്ന് ഏത് കുട്ടികൾക്കും അറിയാം, എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. എന്താണ് പുകവലിച്ചു കഴിഞ്ഞാൽ? ഒന്നുമില്ല, ഗിഫ്റ്റായിട്ട് എന്ത് കിട്ടും? ഒരു ക്യാൻസർ കിട്ടും, അല്ലെങ്കിൽ ഗിഫ്റ്റായിട്ട് കിഡ്നി അങ്ങോട്ട് അടിച്ചു പോകും. അപ്പോൾ ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ശാസ്ത്രവിരുദ്ധമല്ലേ? ഹെൽമെറ്റ് ഇടാതെ പോയി കഴിഞ്ഞാൽ ഹെഡ് ഓംലെറ്റായി മാറുന്ന എല്ലാവർക്കും അറിയില്ലേ? എന്നിട്ടും ശാസ്ത്രവിരുദ്ധമായിട്ട് ജീവിക്കുന്നു. വണ്ടി കയറി കഴിഞ്ഞാൽ ഡ്രൈവർ സീറ്റിലിരുന്ന ഏത് സീറ്റിലിരുന്ന് കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഇടണം. ഇതൊരു ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. പക്ഷേ നമ്മൾ എത്ര പേര് സീറ്റ് ബെൽറ്റ് ഇടുന്നത്? ആ പോലീസുകാരൊന്നും പിടിക്കില്ല. ഹെൽമെറ്റ് ആ പോലീസുകാരനും പിടിക്കും. അപ്പോൾ പോലീസുകാർക്കാണ് കുഴപ്പം. അപ്പോൾ ശാസ്ത്രത്തിന് വിരുദ്ധമായി ജീവിക്കുന്നവൻ്റെ പേരാണ് മലയാളി. അപ്പോൾ ഇന്ന് മുതൽ ഈ ശാസ്ത്രാധിഷ്ഠിതമായി ജീവിക്കുന്നവരുടെ ജീവിതം സ്വർഗീയമാണെന്നും യശാസ്ത്ര വിധി മുത്സൃജ്യ വർത്തതേ കാമകാരതേ, ഈ താൽക്കാലികമായ സുഖത്തിന് മദ്യത്തിനും മയക്കമരുന്നും ശവവും തിന്ന് പുകയും വലിച്ച് ആസുരികമായി ജീവിക്കുന്നവർക്ക് ശാന്തിയുമില്ല, സമാധാനവുമില്ല, നിത്യരോഗികളായി മാറുന്നു. വളരെ പ്രേമപൂർവ്വം ഡോക്ടർ ഗംഗാധരൻ ഡോക്ടർ പറയുന്നു, ലോകത്തെല്ലാവരും പറയുന്നു, എല്ലാ ശാസ്ത്രവും പറയുന്നു, ശാസ്ത്രത്തിന് ഹോസ്പിറ്റലിലെല്ലാം മാറ്റുമെന്ന്. ഇല്ല മക്കളെ, ശാസ്ത്രത്തിനെല്ലാം മാറ്റാൻ പറ്റില്ല, ഹോസ്പിറ്റലിൽ നിന്നെല്ലാം മാറ്റില്ല, എല്ലാത്തിനും മരുന്നുകളില്ല. ശ്രദ്ധിക്കണം, മഹാരോഗികളായി ജീവിക്കുന്ന, ശവപ്പെട്ടിയിൽ ജീവിക്കുന്ന ശവങ്ങളായി ജീവിക്കാതിരിക്കാൻ ശാസ്ത്രാധിഷ്ഠിതമായി ജീവിക്കണം. ഇനി വേറൊരിതുണ്ട്, ഈ അമ്പലത്തിലൊക്കെ തിരുമേനിമാർ, തന്ത്രിമാരുണ്ടോ, 18 കിലോ പുകയില വേണം. എന്തിന്? മുറുക്കി അവിടെ മുഴുവൻ തുപ്പി വൃത്തികേടാക്കി ക്ഷേത്രവും ക്ഷേത്ര പരിസരവും വൃത്തികേടാക്കുന്ന തന്ത്രിമാരെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ പറയണം, ആ മുൻ ശബരിമല മേശാന്തി ശംഭുവാധ്യായരുടെ മകൻ ഡോക്ടർ മണികണ്ഠൻ ശംഭുവാധ്യായർ യൂട്യൂബിലൂടെ പറഞ്ഞു, മുറുക്കുന്ന തന്ത്രിമാരൊന്നും തന്ത്രിമാരല്ല, അവർ തന്ത്രമുപയോഗിച്ച് മനസ്സിലായല്ലോ, പുകയില വലിച്ച് ക്യാൻസർ വലിച്ചു വരുത്തി മഹാരോഗികളായി പുഴുത്ത് നാറി നരകിച്ച് നശിക്കുന്നവൻ്റെ പേരാണ് തന്ത്രി എന്ന്. അപ്പോൾ ഏത് തന്ത്രിമാരായാലും, കാരണം ഈ പുകയില ശരീരത്തിനടുത്തോട്ട് ലഹരി. അപ്പോൾ സത്ത് ചിത്ത് ആനന്ദം, അതാണ് സച്ചിദാനന്ദം. ഭഗവാൻ ബോധത്തിൽ സച്ചിദാനന്ദ സ്വരൂപമാണ്. ഈ സച്ചിദാനന്ദം മുഴുവൻ അങ്ങോട്ട് ബേൺ ചെയ്തു പോകും. കാരണം അതിന് പകരം പുകയിലയിൽ നിക്കോട്ടിൻ അവിടെ വന്ന് നിൽക്കും. പിന്നെ ഈ തന്ത്രി ഈ ബുദ്ധിക്കകത്തുനിന്നും ഈ ബോധത്തുനിന്നും ഈ ഹൃദയത്തിൽ നിന്നും എങ്ങനെ ഈശ്വരനെ ആവാഹിക്കും? പറ്റില്ല. പിന്നെ ഈ തന്ത്രി, ഒരു മുറുക്കുന്ന തന്ത്രി പ്രതിഷ്ഠ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ശില മാത്രമേ ഉണ്ടാവുള്ളൂ.
വിഗ്രഹം ഉണ്ടാവില്ല, അതിനകത്ത് ഈശ്വര ചൈതന്യവും ഉണ്ടാവില്ല. അതുകൊണ്ട് ഏത് തന്ത്രിമാരായാലും മുറുക്കുന്നുണ്ടെങ്കിൽ ശാസ്ത്രവിരോധികൾക്ക് ഭൂമിയിൽ സ്ഥാനമില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ മകൾ പറഞ്ഞതുപോലെ സയൻറ്റിഫിക് ടമ്പറിൽ ജീവിക്കണം. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞത് ഇവിടെ ശ്രദ്ധിക്കൂ, ഒന്നും കൂടെ കേട്ടോളൂ. എന്താണ് ഭഗവാൻ പറഞ്ഞതെന്ന് ചൊല്ലിക്കോളൂ. യശാസ്ത്രവിധിമുത്സൃജ്യ വർത്തതേ കാമകാരത നദ സിദ്ധിമവാപ്നോതി ന സുഖം ന പരാഗതി. അപ്പോൾ എല്ലാവരും ശാസ്ത്രാധിഷ്ഠിതമായി ഹിന്ദുവായി ജീവിക്കണം. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരിലും ഈ ചാനൽ എത്തിക്കണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൂറായിരം സ്നേഹാശംസകൾ അർപ്പിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു. സ്വാമി ശരണമയ്യപ്പ.